ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സമയം 6 മണിയായിട്ടോ. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാനായിരുന്നു വിചാരിച്ചത്. അപ്പോൾ എന്തോ ലേറ്റായിപ്പോയി. 6 മണിയായി എഴുന്നേൽക്കുമ്പോൾ. 6 മണിയല്ല, ഒരു 5:45 എഴുന്നേൽക്കുമ്പോൾ പിന്നെ എൻ്റെ പല്ല് തേക്കലും ബാക്കി കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും 5 മണിയായിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ മലയാളമാണ് റിവിഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അതിൽ സ്ത്രീലിംഗം പുല്ലിംഗം എന്ന് പറഞ്ഞുള്ള ഭാഗമാണ് ഇന്ന് ഞാൻ റിവിഷനായിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ LDC എക്സാം കഴിഞ്ഞു. എല്ലാവരും സെക്രട്ടേറിയറ്റ് OAക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. ഇനി 1-2 സ്റ്റേജ് മാത്രമേ LDC എക്സാം നടക്കാനുള്ളൂ. ബാക്കി ഒരുവിധം സ്റ്റേജുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. എൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടാണ് പഠിത്തം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൽ എല്ലാ ദിവസവും ഡെയിലി ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടൈം ടേബിളാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ എല്ലാവരും അതിന് നിങ്ങൾക്ക് യോജ്യമായിട്ടുള്ള ടൈം അനുസരിച്ചിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊരു വ്യക്തവും കൃത്യവുമായിട്ടുള്ളൊരു ചിട്ടയായിട്ടുള്ളൊരു പഠനം നമുക്ക് ക്രമീകരിച്ചെടുത്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിലൂടെ നമുക്ക് ഓരോ പോർഷൻസും എത്ര പോർഷൻസ് നമുക്ക് കവർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര പോർഷൻസ് ഇനി കവർ ചെയ്യാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ടൈം ടേബിൾ ബേസ് ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എക്സാം ആകുമ്പോഴത്തേക്കും ടെൻഷൻ ഇല്ലാണ്ട് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റും. എൻ്റെ സിലബസ് ഓൾറെഡി എല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനി മുതൽ എനിക്ക് റിവിഷൻ മാത്രമേ ഉള്ളൂ. ഒരുവിധം സിലബസ് മൊത്തം ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇനി പഠിക്കുന്നതൊക്കെ എനിക്ക് റിവിഷനാണ്. അപ്പോൾ അതിന് ഒരു വീക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ 5 ഡേയ്സ് നമ്മൾ പഠിച്ചിട്ട് ബാക്കി 6-ാമത്തെയും 7-ാമത്തെയും ദിവസം നമ്മൾ റിവിഷനായിട്ടാണല്ലോ സാധാരണ എടുക്കാറ്. അപ്പോൾ ആ ഒരു മെത്തേഡ് എനിക്ക് ആവശ്യമില്ല. കാരണം എൻ്റെ സിലബസ് ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പഠിക്കുന്നതെല്ലാം എനിക്ക് റിവിഷനായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയ ടൈം ടേബിളിൽ ഫസ്റ്റ് മുതലേ എനിക്ക് റിവിഷൻ തന്നെയാണ്. അതായത് ലാസ്റ്റ് ടൈം 1-ാം തീയതി നമ്മൾ എടുക്കുകയാണെങ്കിൽ 1-ാം തീയതി പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു 7-ാം തീയതിയോ 6-ാം തീയതിയോ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം 1-ാം തീയതിയിൽ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ എൻ്റെ റിവിഷൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ടൈം ടേബിൾ അനുസരിച്ച് എനിക്കങ്ങനെ റിവിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡേ ഇല്ല. കാരണം ഞാൻ 1-ാം തീയതി മുതൽ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നതെല്ലാം. എല്ലാം എനിക്ക് റിവിഷൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കാൻ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് റിവിഷൻ കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഓൾറെഡി സിലബസ് കവർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞ മെത്തേഡിലൂടെ തന്നെ പോകുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ് ഇത് നമ്മളെപ്പോഴും ഡെയിലി ഓരോ മണിക്കൂർ വെച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു മാറ്റം നമുക്ക് ഉണ്ടാവും. നമ്മുടെ മാർക്കിൽ നല്ലൊരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിനനുസരിച്ച് ബാക്കി ഭാഗം എക്സ്ട്രാ ടൈം എടുത്തിട്ട് നമ്മൾ GK പോർഷൻസ് കവർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. സെക്രട്ടേറിയറ്റ് OAയുടെ എക്സാം വരാൻ പോകുന്നത് ഡിസംബറിലാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോളൂ. കാരണം അവസാന നിമിഷം നമ്മൾ പഠിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ LDC എക്സാം എഴുതിയവരോടാണെങ്കിൽ പറയുകയാണെങ്കിൽ അവർ വിചാരിക്കും ഓൾറെഡി നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞല്ലോ, ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത് തുടങ്ങാം എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നവരോടാണ് പറയാനുള്ളത്. അങ്ങനെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ വിചാരിച്ചിരിക്കത്തേ ഉള്ളൂ. കാരണം നമ്മൾ നാളെ പഠിക്കാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എക്സാം എടുക്കുന്നത് വരെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം എക്സാം ആവും, നമ്മൾ ടെൻഷനാവും, എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ മാത്രം പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുന്നേ പഠിച്ചു തുടങ്ങുക. എല്ലാവരും നല്ല സൂപ്പറായിട്ട് പഠിച്ച് LDC കിട്ടാത്തവർക്ക് അടുത്ത എക്സാം വരുന്നുണ്ടല്ലോ, ഒരുപാട് എക്സാംസ് ഇനി ഡിസംബറിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എങ്ങനെയാണ് ടൈം ടേബിൾ ഉണ്ടാക്കിയതെന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.